നമസ്കാരം. പ്രവാസി ഓൺലൈൻ ന്യൂസിന്റെ ന്യൂസ് എക്സ്ക്ലൂസീവിലേക്ക് ഏവർക്കും സ്വാഗതം. ജർമ്മനിയിലെ പ്രാദേശിക വരുമാന വ്യത്യാസങ്ങളെക്കുറിച്ചും ശമ്പള ഘടനയെക്കുറിച്ചും ഞങ്ങൾ പ്രത്യേകം തയ്യാറാക്കിയ ഒരു എക്സ്ക്ലൂസീവ് വീഡിയോ ആണിത്. ജർമ്മനിയിൽ ജീവിക്കുന്ന നിങ്ങളുടെ നഗരത്തിലെ ശമ്പളം എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയാമോ എന്നുള്ള ഒരു ചോദ്യം അപ്രസക്തമാണെങ്കിലും ഓരോരുത്തർക്കും കയ്യിൽ കിട്ടുന്ന ശമ്പളം എത്രയാണെന്ന് കൃത്യമായും അറിയാം. എന്നാൽ നിങ്ങളോടൊപ്പം ജോലി ചെയ്യുന്ന സഹപ്രവർത്തകരോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത വീട്ടിൽ താമസിക്കുന്ന അയൽക്കാരോ എത്ര ശമ്പളം മാസം വാങ്ങുന്നുണ്ടാവും? അത് ഓരോരുത്തരുടെയും ജോലി അനുസരിച്ചായിരിക്കും. എങ്കിലും നിങ്ങൾ ജീവിക്കുന്ന അതേ നഗരത്തിലെ ശരാശരി വരുമാനം എത്രയാണെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇതൊക്കെ തന്നെ ഒരു വലിയ കാര്യമാണ്. എങ്കിലും മുൻപൊക്കെ അല്ലെങ്കിൽ ഇവിടുത്തെ ആദ്യത്തെ കുടിയേറ്റക്കാർ, ജർമ്മനിയിലെ ഇപ്പോഴത്തെ സീനിയേഴ്സ്, ഇവരൊക്കെ വന്ന കാലത്ത്, ഞാനതിൽ ഏറ്റവും അവസാനത്തെ കണ്ണിയാണ്, വന്ന കാലത്ത് ഇവരുടെ ശമ്പളം മാർക്കിലായി. ജർമ്മൻ മാർക്ക് അല്ല, ഡോയ്ച്ച മാർക്ക് എന്നായിരുന്നു പറഞ്ഞിരുന്നത്. 2000 കൂടി അത് മാറ്റിയാണ് യൂറോപ്യൻ നാണയമായിട്ട് ജർമ്മനിയാണ് അത് കൊണ്ടുവരാൻ ഏറ്റവും കൂടുതൽ മുന്നേ നിന്നതും പ്രവർത്തിച്ചതും. അന്നത്തെ ചാൻസലറായിരുന്ന ഹെൽമുട്ട് കോളാണ് ഇതിന്റെ ഉപജ്ഞാതാവ്. യൂറോയുടെ സെൻട്രൽ ബാങ്ക് ഫ്രാങ്ക്ഫർട്ടിലാണ്. ഇതൊക്കെ തന്നെ ജർമ്മനിയുടെ വലിയ നേട്ടമായിട്ട് തന്നെ കരുതേണ്ടിയിരിക്കുന്നു. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ജർമ്മനി സകല മേഖലയിലും കൂപ്പുകുത്തി നിൽക്കുന്ന ഒരവസരമാണ്. എന്നാലും ഇവിടുത്തെ ശമ്പളം ഇപ്പോൾ എത്രയാണെന്ന് നാട്ടിലിരുന്ന് പല ആളുകളും, ചിലരൊക്കെ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ അടുക്കളയുടെ ചേരയിലിരുന്നാണ് ജർമ്മനിയിലെ ശമ്പളത്തെ പറ്റി ഘോരഘോഷം പ്രസംഗിക്കുന്നത്. ചിലരാണെങ്കിൽ ഇവിടെ വന്ന ഉടൻ പിറ്റേ ദിവസം ഞങ്ങളുടെ കയ്യിൽ ഇത്ര കിട്ടി എന്നും പറഞ്ഞ് ഇൻസ്റ്റയിൽ കയറി കിടന്ന് കളിക്കുന്നു. അത് മാത്രമല്ല, ഹൗസ് ബിൽഡിങ്ങിന് വരുന്നവര്, പണ്ട് ഹൗസ് ബിൽഡിങ്ങിന് പോയാൽ കൂടുതലായിട്ട് കിട്ടിക്കൊണ്ടിരുന്നതാണ്ട് 600 മാർക്ക്, അത് പിന്നെ 700 യൂറോ ആയിട്ട് മാറി. അങ്ങനെ പല വ്യത്യാസങ്ങൾ ഇവിടെ വന്നിട്ടുള്ള പതിറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ ഇപ്പോഴത്തെ ഹൗസ് ബിൽഡിംഗ് പെർഗ്യൂറ്റിംഗ് എന്ന് പറയുന്നത് നല്ല ഒരു സംഖ്യ തന്നെയാണ്. നാട്ടിലത് ഏജൻസികള് 1.5 ലക്ഷം രൂപ കയ്യിൽ കിട്ടുന്നു എന്നും പറഞ്ഞാണ് ആൾക്കാരെ പാട്ടിലാക്കി ഇങ്ങോട്ടേക്ക് കള്ള സർട്ടിഫിക്കറ്റുമായി കയറ്റിവിടുന്നത്. ഇതൊക്കെ തന്നെ ജർമ്മൻ കണ്ണിലൂടെ നോക്കിയാൽ, അല്ലെങ്കിൽ ജർമ്മൻകാരുടെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവര് പറയുമ്പോൾ മനുഷ്യ കടത്തായിട്ട് തന്നെയാണ് കൂട്ടേണ്ടി വരുന്നത്. എന്നാലും മലയാളികളോട് വന്ന് രക്ഷപ്പെടട്ടെ എന്നുള്ള ഒരു ചിന്താഗതിയാണ് ഞങ്ങൾക്കുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ജർമ്മനിയെ പറ്റിയിട്ടുള്ള A to Z വിവരങ്ങൾ കൃത്യമായും ഏറ്റവും സുതാര്യമായും അപ്പോൾ ലഭിക്കുന്ന അപ്ഡേറ്റുകളായി ഞങ്ങൾ പലപ്പോഴും വാർത്തകളിലും അല്ലെങ്കിൽ എക്സ്ക്ലൂസീവുകളിലും ഒക്കെ പ്രതിപാദിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ശമ്പളത്തെ പറ്റി പറയാനായിട്ട് ഞങ്ങൾ താല്പര്യപ്പെടുന്നത്. അത് മറ്റൊന്നും കൊണ്ടല്ല, ജർമ്മൻ ഫെഡറൽ എംപ്ലോയ്മെന്റ് ഏജൻസി, അതായത് ബുണ്ടസ് അഗന്റൂർ ഫിർ ആർബൈറ്റ് പുറത്തുവിട്ട ഏറ്റവും പുതിയ ഒഫീഷ്യൽ കണക്കുകൾ അടിസ്ഥാനമാക്കി ജർമ്മനിയിലെ തൊഴിൽ മേഖലയിലെ വരുമാന വ്യത്യാസങ്ങളെ കുറിച്ച് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നഗരങ്ങളും ഗ്രാമങ്ങളും തമ്മിൽ, കിഴക്കൻ ജർമ്മനിയും പടിഞ്ഞാറൻ അല്ലെങ്കിൽ തെക്കൻ ജർമ്മനിയും തമ്മിൽ ശമ്പളത്തിൽ ഭീമമായ വ്യത്യാസമാണ് നിലനിൽക്കുന്നത്. ജർമ്മനിയിൽ ഏറ്റവും കൂടുതൽ ഉയർന്ന ശമ്പളം നൽകുന്ന നഗരം ഏതാണ്? പ്രതിമാസം 6000 യൂറോയ്ക്ക് മുകളിൽ, അതായത് ബ്രൂട്ടോ ശമ്പളം, ഗ്രോസ് സാലറി ശമ്പളം വാങ്ങുന്നവർ എത്ര ശതമാനമുണ്ട്? ഇനി അഥവാ റീജിയണൽ അല്ലെങ്കിൽ റീജിയൻ ഈ ലിസ്റ്റിൽ എവിടെയാണ് നിൽക്കുന്നത്? ഇതൊക്കെ ഇവിടെ ചോദിക്കുന്ന പലരുമുണ്ട്, അല്ലെ നാട്ടിലിരുന്ന് ചോദിക്കുന്നവരുണ്ട്. അതിനൊക്കെ തന്നെ ഒരു മറുപടിയായിട്ടാണ് ഞങ്ങളുടെ ഈ വീഡിയോ. ജർമ്മൻ ലേബർ ഏജൻസിയുടെ പുതിയ കണക്കുകൾ പ്രകാരം ജർമ്മനിയിലെ ശമ്പളക്കാര്യത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ബവേറിയയുടെ തലസ്ഥാനമായ മ്യൂണിക്കാണ്. ഇവിടെ വലിയ കാർ കമ്പനികളുണ്ട്, IT ഭീമന്മാരുണ്ട്, ഗ്ലോബൽ കോർപ്പറേറ്റുകൾ തുടങ്ങിയ കാര്യങ്ങളുടെ ആസ്ഥാനമായതുകൊണ്ട് തന്നെ മ്യൂണിക്കിലും പരിസര പ്രദേശങ്ങളിലുമുള്ള ജീവനക്കാരാണ് രാജ്യത്ത് ഏറ്റവും ഉയർന്ന വരുമാനം നേടുന്നത്. ഇനി മ്യൂണിക്കിലെ ശമ്പള ഘടന, ഇവിടെ ജോലി ചെയ്യുന്നവരിൽ വലിയൊരു ശതമാനം ആളുകൾക്കും പ്രതിമാസം 6000 യൂറോയ്ക്ക് മുകളിലാണ് ഗ്രോസ് സാലറി. ഇനി തരംതിരിച്ച് നോക്കുകയാണെങ്കിൽ ബാഡൻ വുട്ടംബർഗ്, ബവേറിയ, ഹെസൻ, അതായത് ഫ്രാങ്ക്ഫർട്ട് അടങ്ങുന്ന സ്ഥലമാണ് ഹെസൻ എന്നീ തെക്കൻ പടിഞ്ഞാറൻ സംസ്ഥാനങ്ങളാണ് റീജിയണൽ ലിസ്റ്റിൽ രാജാക്കന്മാരായി നിലകൊള്ളുന്നത്. അതേസമയം സ്റ്റുട്ട്ഗാർട്ട്, ഫ്രാങ്ക്ഫർട്ട്, ഇംഗോൾഫ്സ്റ്റാറ്റ് തുടങ്ങിയ വ്യവസായ മേഖലകളിലും ഗ്രോസ് വരുമാനം ദേശീയ ശരാശരിയേക്കാൾ വളരെ മുകളിലാണ്. എന്നാൽ ഇപ്പോഴും ഈസ്റ്റും വെസ്റ്റും തമ്മിലുള്ള ഭീമമായ വിടവ് നിലനിൽക്കുന്നുണ്ട്. ജർമ്മനി ഏകീകരിക്കപ്പെട്ട് പതിറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും കിഴക്കൻ ജർമ്മനിയും പടിഞ്ഞാറൻ തെക്കൻ ജർമ്മനിയും തമ്മിലുള്ള ശമ്പള വിടവ് ഇപ്പോഴും ഒരു യാഥാർത്ഥ്യമായി തുടരുകയാണ്. ഈസ്റ്റേൺ സ്റ്റേറ്റുകൾ എടുത്താൽ സാക്സണി, സാക്സൺ അൻഹൾട്ട്, ട്യൂരിംഗൻ തുടങ്ങിയ കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ശരാശരി വേതനം ഇപ്പോഴും തെക്കൻ മേഖലകളെക്കാൾ വളരെ കുറവാണ്. ഇതിന്റെ കാരണം വലിയ വ്യവസായ ശൃംഖലകളുടെ ഒന്നും വലിയ കോർപ്പറേറ്റുകളൊന്നും ഇവിടെ ഇല്ല. അവരുടെ അഭാവം, ചെറുകിട സ്ഥാപനങ്ങളുടെ ആധിക്യം എന്നിവയാണ് കിഴക്കൻ മേഖലകളിൽ ശമ്പളം കുറഞ്ഞു നിൽക്കാൻ പ്രധാന കാരണം. എന്നാൽ ബെർലിൻ, ലൈപ്സിഷ് തുടങ്ങിയ വലിയ നഗരങ്ങളിൽ IT അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് മേഖലകൾ കാരണം കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ശമ്പളത്തിൽ പ്രകടമായ വർധനവ് ഉണ്ടായിട്ടുണ്ട്. എങ്കിലും മൊത്തത്തിൽ നോക്കുമ്പോൾ ഈസ്റ്റ് വെസ്റ്റ് ഗ്യാപ്പ് ഇപ്പോഴും പ്രകടമാണ്. ഇതുകൂടാതെ നഗരങ്ങളും ഗ്രാമങ്ങളും തമ്മിലുള്ള
വ്യത്യാസം പ്രതിമാസം 6000 യൂറോ വാങ്ങുന്നവരും അല്ലെങ്കിൽ സിറ്റികളും വില്ലേജുകളും തമ്മിലുള്ള വ്യത്യാസവും അവരുടെ ശമ്പള സ്ലാബുകളിലും വ്യത്യാസങ്ങളുണ്ട്. ഇനി നഗരപ്രദേശങ്ങൾ മെട്രോപൊളിറ്റൻ ഏരിയ എടുത്താൽ അല്ലെങ്കിൽ ഗ്രാമീണ മേഖലകൾ റൂറൽ ഏരിയാസ് എടുത്താൽ അവിടെയും വരുമാനത്തിൽ വലിയ വ്യത്യാസങ്ങളുണ്ട്. നഗരങ്ങൾ നൽകുന്ന ഉയർന്ന ശമ്പളം വലിയ സിറ്റികളിൽ കമ്പനികൾ ഉയർന്ന ശമ്പളം വാഗ്ദാനം ചെയ്യുന്നുണ്ടെങ്കിലും ഉയർന്ന വാടകയും മറ്റ് ജീവിത ചെലവുകളും ജീവനക്കാർക്ക് വലിയ വെല്ലുവിളികളാണ്. ഗ്രാമങ്ങളുടെ സാഹചര്യം നോക്കിയാൽ ഗ്രാമീണ മേഖലകളിൽ വാടക കുറവാണെങ്കിലും ശമ്പളത്തിന്റെ അളവും ആനുപാതികമായി കുറവാണ്. ഇനി ആരാണ് ടോപ്പ് ഏണേഴ്സ്? രാജ്യത്തുടനീളമായി പ്രതിമാസം 6000 യൂറോയ്ക്ക് മുകളിൽ വരുമാനം നേടുന്നവരുടെ ശതമാനം വളരെ കുറവാണ്. IT എഞ്ചിനീയർമാർ, മെഡിക്കൽ ഡോക്ടർമാർ, ഫിനാൻഷ്യൽ അഡ്വൈസർമാർ, ഓട്ടോമൊബൈൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ ഹെഡുകൾ എന്നിവരാണ് ഈ ഉയർന്ന ശമ്പള സ്ലാബിൽ കൂടുതലായി വരുന്നത്. ഇനിയും ജർമ്മനിയിലേക്ക് കുടിയേറിയ മലയാളികളെ സംബന്ധിച്ചും പുതിയ ജോലി അന്വേഷിക്കുന്ന പ്രവാസികൾക്കും ഈ കണക്കുകളൊക്കെ വളരെ നിർണായകമായ ഒരു കാര്യമാണ്. ജർമ്മനിയിൽ ജോലി തിരഞ്ഞെടുക്കുമ്പോൾ കേവലം ശമ്പളത്തിന്റെ തുക മാത്രം നോക്കാതെ ഓരോരുത്തരും ജീവിക്കാൻ പോകുന്ന നഗരത്തിലെ ജീവിത ചെലവുകൾ കൂടി കണക്കിലെടുക്കണം എന്നാണ് ഞങ്ങൾ പറയുന്നത്. ഉദാഹരണത്തിന് മ്യൂണിക്കിൽ ലഭിക്കുന്ന 5000 യൂറോയേക്കാൾ ചിലപ്പോൾ നോർത്ത് റൈൻ വെസ്റ്റ്ഫാലിയയിലോ അല്ലെങ്കിൽ മറ്റ് റീജിയനുകളിലോ ലഭിക്കുന്ന 4200 യൂറോ കൊണ്ട് കൂടുതൽ സമ്പാദ്യം ഉണ്ടാക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ അനുഭവം. അതുകൊണ്ട് തന്നെ വാടക നിരക്കുകളിലെ വലിയ വ്യത്യാസം ഒരു വലിയ കാര്യം തന്നെയാണ്. ഇനിയും മറ്റൊരു കാര്യം മലയാളി നഴ്സിംഗ് പ്രൊഫഷണലുകളും ശമ്പള ഘടനയും ഒക്കെയാണ്. ജർമ്മനിയിലെ ഭൂരിഭാഗം മലയാളി നഴ്സുമാരും പബ്ലിക് ആശുപത്രികളിലും കെയർ ഹോമുകളിലുമാണ്, അത് ഫ്ലീഗ ഹൈമിലും ഒക്കെയാണ് ജോലി ചെയ്യുന്നത്. പ്രതിമാസ അലവൻസുകൾ നോക്കിയാൽ അടിസ്ഥാന ശമ്പളത്തിന് പുറമെ നൈറ്റ് ഷിഫ്റ്റ്, സൺഡേ അല്ലെ ഹോളിഡേ ഷിഫ്റ്റ് എന്നിവയിലൂടെ നഴ്സുമാർക്ക് പ്രതിമാസം വലിയൊരു തുക അധിക അലവൻസായി ലഭിക്കുന്നുണ്ട്. ഇനി റീജിയണൽ വ്യത്യാസം നോക്കിയാൽ ബാഡൻ-വുർട്ടംബർഗിലും ബവേറിയയിലുമുള്ള മലയാളി നഴ്സുമാർക്ക് അല്ലെങ്കിൽ പൊതുവെയുള്ള നഴ്സുമാർക്ക് NRW പോലെയുള്ള മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഉയർന്ന അടിസ്ഥാന ശമ്പളം ലഭിക്കാറുണ്ടെങ്കിലും വാടക ചെലവുകൾ അവിടെ കൂടുതലാണ്. ഇനി IT അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് പ്രൊഫഷണലുകൾ സീനിയർ റോളുകളായി നോക്കിയാൽ ടെക്നിക്കൽ ഫീൽഡിലും സിസ്റ്റം ആർക്കിടെക്ചറിലും ജോലി ചെയ്യുന്ന മലയാളി പ്രൊഫഷണൽ പലരും പ്രതിമാസം 6000 യൂറോയ്ക്ക് മുകളിൽ ഗ്രോസ് സാലറി സമ്പാദിക്കുന്ന ഉയർന്ന വരുമാനക്കാരുടെ ഗണത്തിൽ എത്തുന്നുണ്ട്. മാത്രമല്ല IT ഹബുകൾ ഫ്രാങ്ക്ഫർട്ട്, മ്യൂണിക്, സ്റ്റുട്ട്ഗാർട്ട്, ബെർലിൻ തുടങ്ങിയ സിറ്റികളിലുള്ള മലയാളി എഞ്ചിനീയർമാർക്കാണ് ഉയർന്ന പാക്കേജുകൾ ലഭിക്കുന്നത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ടാക്സ് ക്ലാസ് ആണ്. സ്റ്റാർ ക്ലാസ് ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ ഒരു വലിയ കാര്യം തന്നെയാണ്. ജർമ്മനിയിൽ ബാച്ചിലറായി ജീവിക്കുന്ന പ്രവാസികൾക്ക് ടാക്സ് ക്ലാസ് 1 വരുന്നത് കൊണ്ട് ഉയർന്ന നികുതിയും സോഷ്യൽ സെക്യൂരിറ്റി ഡിഡക്ഷനും കൂടുതലാണ്. എന്നാൽ കുടുംബമുള്ളവർക്ക് ആശ്വാസമായി വിവാഹിതരായി പങ്കാളിയോടൊപ്പം ജീവിക്കുന്ന മലയാളികൾക്ക് ടാക്സ് ക്ലാസ് 3 അല്ലെങ്കിൽ 5 അല്ലെങ്കിൽ 4 തിരഞ്ഞെടുക്കുന്നതിലൂടെ പ്രതിമാസം കൂടുതൽ ഇൻ ഹാൻഡ്, അതായത് നെറ്റോ ശമ്പളം ലഭിക്കുന്നുണ്ട്. അടുത്തത് കുട്ടികളുടെ ആനുകൂല്യമായും അല്ലെങ്കിൽ കുടുംബ ബജറ്റ്. കിൻഡർ ഗെൽഡും ഹീറ്റ ഗെൽഡും ഒക്കെ മലയാളി കുടുംബങ്ങൾക്ക് ഒന്നിന് പ്രതിമാസം 255 യൂറോയിൽ കൂടുതൽ അല്ലെങ്കിൽ 255 യൂറോ സർക്കാരിന്റെ അലവൻസായി ലഭിക്കുമ്പോൾ വലിയ ആശ്വാസമാണ്. അത് മാത്രമല്ല ഡേ കെയർ ചെലവുകൾ ചില സംസ്ഥാനങ്ങളിൽ ഹീറ്റ സബ്സിഡികൾ ലഭ്യമാകുമ്പോൾ മറ്റു ചില റീജിയണുകളിൽ ഹീറ്റ ഫീസ് ഉയർന്നതായതിനാൽ ജോലി ചെയ്യുന്ന അമ്മമാർക്ക് വരുമാനത്തിൽ കുറവ് അനുഭവപ്പെടുന്നുണ്ട്. ഇനിയും ആദ്യ തലമുറയിലെ കുടിയേറ്റക്കാരെ പറ്റി പറയുമ്പോൾ അവരുടെ ലൈഫ് സ്റ്റൈൽ ആൻഡ് സേവിങ്സ്. സീനിയർ മലയാളികൾ, അതായത് ഇപ്പോൾ റിട്ടയർമെന്റ് ജീവിതം നയിക്കുന്നവർക്ക് സേവിങ്സ് എപ്പോഴും കൂടുതലാണ്. അതുമാത്രമല്ല വർഷങ്ങൾക്ക് മുമ്പ് ജർമ്മനിയിലെത്തി വിരമിച്ച 1ാം തലമുറ മലയാളികൾ സ്വന്തമായി വീടുകളും അല്ലെങ്കിൽ ഐഗന്റവും ഫോണും ഒക്കെ വാങ്ങി സ്ഥിരതയുള്ള പെൻഷൻ വാങ്ങി ജീവിക്കുന്നവരാണ്. അതേസമയം പുതിയ തലമുറയുടെ വെല്ലുവിളി എന്ന് പറയുന്നത് അടുത്ത കാലത്ത് എത്തിയ വിദ്യാർത്ഥികൾക്കും പ്രൊഫഷണലുകൾക്കും ഉയർന്ന നഗര വാടകയും നാണ്യപ്പെരുപ്പവും കാരണം സമ്പാദ്യം ഉണ്ടാക്കുക എന്നത് മുൻകാലങ്ങളെക്കാൾ വലിയ വെല്ലുവിളിയായി മാറിയിട്ടുണ്ട്. എന്നാൽ ഇത്തരക്കാരിൽ ചിലരൊക്കെ സ്വന്തമായി വീട് അല്ലെങ്കിൽ ഫ്ളാറ്റ് വാങ്ങിയവരും ഉണ്ടെന്നുള്ള കാര്യം വിസ്മരിച്ചുകൂടാ. എന്തായാലും ജർമ്മനിയിലെ ശമ്പളത്തെ പറ്റി ഇപ്പോൾ പറഞ്ഞാൽ കയ്യിലൊന്നും തികയില്ല, പോക്കറ്റിലൊട്ട് നിൽക്കത്തുമില്ല എന്ന ഒരു സാഹചര്യത്തിലാണ് മുന്നോട്ട് പോകുന്നത്. കാരണം യുദ്ധം ഒരു വശത്തൂടെ വരുന്നു, മറുവശത്തൂടെ എല്ലാത്തിനും തീ പിടിക്കുന്ന വിലയുമാണ്. അത് മാത്രമല്ല ഉയർന്ന വാടക നിരക്കുമാണ്. ഇതെല്ലാം തന്നെ ജർമ്മനിയിലെ ശമ്പളം കയ്യിൽ നിറയെ കിട്ടുമെന്ന് പറഞ്ഞാലും കൃത്യമായി പിടിച്ചു വെക്കാനാവാത്ത ഒരവസ്ഥയും ഉണ്ടെന്നുള്ള കാര്യം ഞങ്ങൾ ഉറക്കെ തന്നെ പറയുകയാണ്. ഇതോടെ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഹൃദയപൂർവ്വം നന്ദി അറിയിച്ചുകൊണ്ട് നമസ്കാരം.